ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെദർ ഖാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വീഡിയോസ് ഇടൽ കുറവാണ്. അന്നത്തേന് ശേഷം ഇന്നാണ് നമ്മളൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ അന്ന് നമ്മൾ സിംഗിൾ പ്ലാന്റ്സ് ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു കോംബോ ആയിട്ട് പറ്റുകയാണെങ്കിൽ കലാത്തികൾ ഇട്ട് തരാം. കാരണം ഇപ്പോൾ മഴ സമയമൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ ഇല്ലാത്തവർക്ക് കുറച്ച് വെറൈറ്റികൾ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ 5 വെറൈറ്റി ആയിട്ടുള്ള കോംബോ നമ്മളിന്ന് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. 500 ആണ് കോംബോയുടെ റേറ്റ് വരുന്നത്. ഇതിനകത്ത് മിക്കതും ഷൂട്ട്സുള്ള പ്ലാന്റുകളാണ് കേട്ടോ. 3 സെറ്റ് കോംബോയാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളതും. പിന്നെ ഇതിൽ ഓരോ സെറ്റ് നമുക്ക് എക്സ്ട്രാ എടുക്കാൻ ഉണ്ടാവില്ല കേട്ടോ. കാരണം അഗ്ലോണിമ പോലെയുള്ള കലാത്തികൾ പലതും ഷൂട്ട്സ് കൂടുതലുള്ള പ്ലാന്റ്സ് ഉണ്ട്. ചിലയിൽ 2 ഷൂട്ട് അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. നമുക്കങ്ങനെ നമുക്ക് സെയിം സൈസിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതിലെല്ലാ കോംബോകളും ഇതിൽ കാണുന്ന സെറ്റ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഓരോ കോംബോയും ഈ സെറ്റ് ഒരേ സെറ്റ് മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ നമുക്ക് തരാനായിട്ടുണ്ടാവില്ല കേട്ടോ. പിന്നെ നമുക്ക് സിംഗിൾ പ്ലാന്റ് പിന്നെയും തരാനുണ്ടാവും. അപ്പോൾ റേറ്റിൽ ഡിഫറൻസ് വരും. ഇത് നമ്മൾ അത്യാവശ്യം 5 വെറൈറ്റികൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. 500 കോംബോയുടെ റേറ്റ്. CC വന്നിട്ട് സെപ്പറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിനകത്ത് പറഞ്ഞ ഫസ്റ്റ് പ്ലാന്റ് ദോട്ടിയുടെ പ്ലാന്റാണ്. ഇത് ഡബിൾ ഷൂട്ടായുള്ള പ്ലാന്റാണ് കേട്ടോ. 2 ഷൂട്ട് പ്ലാന്റാണ് ഇത്. 3 ലീഫ് വെച്ചിട്ട് ഇതേ കണ്ട 2 കാണുന്നുണ്ടോയെന്ന് തോന്നണം കേട്ടോ. എനിക്ക് 2 ഷൂട്ടായുള്ള പ്ലാന്റാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്ത് വന്നുള്ളത് ഒരു വൈറ്റ് ഓർബിഫോളിയയുടെ ഒരു പ്ലാന്റാണ് കേട്ടോ. പിന്നെ വന്നുള്ളത് ഈ ഒരു വെറൈറ്റി വന്നിട്ടുണ്ട് ഇതിനകത്ത്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ. പിന്നെ ഈ ഒരു സിൽവർ പ്ലേറ്റ് പിങ്ക് അറോറയുടെ ഒരു പ്ലാന്റ്. പിന്നെ വന്നുള്ളത് ജംഗിൾ വെൽവെറ്റിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോംബോ വരുന്നത്. സെക്കൻഡ് കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിനകത്ത് വന്നിട്ടുള്ളത് ഇതിൻ്റെ എനിക്ക് ഐഡിയ ഒന്നും അറിയില്ല. ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഇതിനകത്ത് 2 ഷൂട്ട് ഉണ്ട് ഓൾറെഡി. പിന്നെ ഇത് വേറെ 2 വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഷൂട്ടായിട്ടുള്ള പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റ്. പിന്നെ അതുപോലെ തന്നെ പിങ്ക് അറോറയുടെ ഒരു പ്ലാന്റ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ പ്ലാന്റ് ഉണ്ട്. പിന്നെ മറ്റേ ഓർണാൻ്റെ അതിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. ഇതിങ്ങനെ 2 ഷൂട്ടായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഡബിൾ ഷൂട്ടായിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ വരുന്നത് ഇതാണ് കേട്ടോ, മാരിയോൻ്റെ പ്ലാന്റ്. ഇത് വന്നിട്ട് ഡബിൾ ഷൂട്ടായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതേ കണ്ടോ, ഇതൊരു ഷൂട്ട് പിന്നെ എക്സ്ട്രാ ഇത് വരുന്നത് ഒരു ഷൂട്ട് പുതിയത് വരുന്നതാണ് കേട്ടോ. അങ്ങനെ 3 ഷൂട്ടാണ് കേട്ടോ ഇതിനകത്ത് മൊത്തം വരുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് കോംബോ വരുന്നത്. ഇതിൽ 2ലും ഈ 3 പ്ലാന്റിൽ നമുക്ക് ഷൂട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇതിൽ വരുന്നത്. പിന്നെ നെക്സ്റ്റ് കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ, നമ്മുടെ ലാസ്റ്റത്തെ കോംബോ. ഇതിനകത്ത് വന്നിട്ടുള്ളത് ഇത് പറഞ്ഞത് ക്രിപ്സൺ ആണോ റുസ്കോ ആണോ എന്ന് എനിക്കറിയാം. റുസ്കോ ആണെന്ന് തോന്നുന്നു കേട്ടോ. റുസ്കോയുടെ ഇത് കുറേ ഒരു ഷെയ്ഡ് വന്നു കഴിയുമ്പോൾ എനിക്കെന്നെ ഡൗട്ട് പോകും റുസ്കോ ആണോ ക്രിപ്സ് ആണോ എന്നുള്ളത്. ഇത് ക്രിപ്സണോ റുസ്കോ ഏതെങ്കിലും ഒന്നായിരിക്കണം എന്തായാലും. അതിൻ്റെ ഒരു പ്ലാന്റാണ്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഓർബിഫോളിയയുടെ വൈറ്റിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് വന്നിട്ട് മാരാന്തയുടെ ഒരു പ്ലാന്റ്. പിന്നെ ഈ ഒരു വെറൈറ്റി വരുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. പിന്നെ വന്നിട്ടുള്ളത് മാരിയോണിൻ്റെ ഒരു പ്ലാന്റാണ്. ഇത് ഡബിൾ ഷൂട്ടായുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതൊരു ഷൂട്ട് അങ്ങനെയാണ് കേട്ടോ ഈ പ്ലാന്റ് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റത്തെ കോംബോ. 3 കോംബോയാണ് നമ്മൾ അവൈലബിൾ ആക്കിയുള്ളത്. അതിൽ ലാസ്റ്റത്തെ കോംബോ ആണ് കേട്ടോ. അപ്പോൾ ഇത്ര കോംബോകളാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളത്. ഇതിൻ്റെ കൊറിയർ ഇന്ന് തന്നെ ഓർഡർ കിട്ടുകയാണെങ്കിൽ ഇന്ന് തന്നെ അയക്കും. കാരണം ഓൾറെഡി എനിക്കിന്ന് കൊറിയർ ഉണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബുധൻ ആയിട്ടായിരിക്കും കേട്ടോ ഇനി കൊറിയർ വരാം, ബുധനാഴ്ച. ഇപ്പോൾ ഇന്നുള്ള ഓർഡർ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ തിങ്കളല്ലെങ്കിൽ ബുധൻ അയക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഞാൻ തിങ്കളാഴ്ച അയച്ചിട്ടുണ്ടായിരുന്നു. ബുധനാഴ്ചയിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. മാക്സിമം തിങ്കളാഴ്ച എല്ലാവരും അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച അയച്ചതിന് ശേഷം എനിക്ക് പിന്നീട് വന്നിട്ടുണ്ടായിരുന്ന ഓർഡറുകളാണ്. അതാണ് നമ്മൾ ഇന്ന് അയക്കണത്. അപ്പോൾ ഇത് ഇന്ന് കിട്ടുകയാണെങ്കിൽ ഇന്ന് ഇതും അയക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇനി ബുധനാഴ്ച ആയിരിക്കും കേട്ടോ അടുത്ത കൊറിയർ നമുക്ക് വരണത്. അപ്പോൾ അത് നോക്കിയിട്ട് ഓർഡർ തരാം. എല്ലാതും ഒരേ സെറ്റേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. മാറ്റി തരുമ്പോൾ നമുക്ക് റേറ്റിൽ ഇപ്പോൾ കലാത്തികളാണെങ്കിലും ചെറിയ റേറ്റിൽ വ്യത്യാസങ്ങൾ വരും കേട്ടോ. നമ്മളൊരു റേറ്റ് കാരണം പലതിനും ഡിഫറെൻറ്റ് റേറ്റാണല്ലോ. നമ്മളത് നോക്കി അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ കോംബോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പറ്റാവുന്നതാണെങ്കിൽ ഞാൻ മാറ്റിത്തരും, റേറ്റ് കൊണ്ട് ഒത്തുപോകുന്നതാണെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തരും. അല്ലാത്ത പക്ഷം നമുക്ക് ആ റേറ്റ് വെച്ച് നിങ്ങൾക്ക് തരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ.